പക്ഷേ ഈ രീതിയിൽ ഈ യുദ്ധം ദീർഘനാൾ മുന്നോട്ട് പോകുന്നത് ആ മേഖലയിൽ വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കില്ലേ? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ പറയുന്നത് പോലെ ചരക്ക് ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരു വശത്തുണ്ടാകും. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ മേഖലയിലെ രാജ്യങ്ങൾ? ഓരോ ദിവസവും യുദ്ധം നീളുന്നത് ഗൾഫ് മേഖല മാത്രമല്ല, ലോക സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. അത് ലോകത്തിലെ എമർജിംഗ് ഇക്കണോമീസിനെ മുഴുവൻ ബാധിക്കും. നമ്മളത് പരിശോധിച്ചതാണല്ലോ. 90% ജപ്പാന്റെ ഊർജാവശ്യങ്ങൾ ഈ മേഖലയിലൂടെയാണ് കടന്നു വരുന്നത്. ഇന്ത്യ, ചൈന അടക്കമുള്ള ലോകത്തിലെ മുൻനിര രാജ്യങ്ങളെല്ലാം ഈ ഗൾഫ് മേഖലയിലുള്ള എണ്ണയെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിലെ മൊത്തം എണ്ണ ഗതാഗതത്തിന്റെ 20% ഈ ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെയാണ് കടന്നു വരുന്നത്. മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ സുസ്ഥിരമായ രാജ്യങ്ങളാണ് ഈ ഗൾഫിലെ ചെറിയ രാജ്യങ്ങൾ. ഇപ്പൊ ഖത്തറും കുവൈറ്റും ബഹ്റൈനും യുഎഇയും ഒമാനും സൗദി അറേബ്യയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ സ്ഥിരതയാർന്ന രാജ്യങ്ങളാണ്. വലിയ സാമ്പത്തിക ശേഷിയുണ്ട്. പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, വിശേഷിച്ച മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന്, ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന രാജ്യമാണ്. ആ തൊഴിൽ കൊടുക്കുന്ന ആളുകൾ മഹാഭൂരിപക്ഷവും ബ്ലൂ കോളർ ജോലിക്കാരാണെന്ന് കാണണം. ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 1 കോടിയോളം മനുഷ്യർ ആ മേഖലയിൽ ജോലി ചെയ്യുന്നതിൽ 70% ബ്ലൂ കോളർ ജോലിക്കാരാണ്. അപ്പം ഈ വൈറ്റ് കോളർ ജോലിക്കാർക്ക്, ടെക്നോക്രാറ്റുകൾക്ക് ഒരുപക്ഷെ യൂറോപ്പ് മേഖലയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് വികസിത രാജ്യങ്ങളിലോ ഒക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബ്ലൂ കോളർ ജോലിക്കാർക്ക് അതിനുള്ള സാധ്യതയില്ല. അപ്പം ലോകത്തിലെ ഒരു വലിയ ശതമാനം ആളുകളെ, പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിലെ ആളുകളെയൊക്കെ അവരുടെയൊക്കെ സാമ്പത്തിക പ്രക്രിയയും വരുമാനവും ഒക്കെ വരുന്ന ഒരു മേഖല എന്നതിൽ എത്ര വലിയ പ്രാധാന്യമുണ്ടെന്നറിയാമോ ഈ ഗൾഫ് മേഖലയ്ക്ക്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ അവസ്ഥ പോലും ആ മേഖലയെ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കും. ലോകത്തിന്റെ മൊത്തം വികസനത്തെ ബാധിക്കും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യയിലും അതന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? വലിയ രീതിയിലുള്ള എണ്ണ വില ഉയരാൻ പോകുന്നു, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഈ പ്രവാസി മലയാളികൾ അവിടെ വലിയ ആശങ്കയിലാകുമ്പോൾ അവിടെ നിന്നുള്ള വരുമാനം കുറയുമ്പോൾ അതും വലിയ തിരിച്ചടിയാകാൻ പോവുകയല്ലേ ഇന്ത്യക്ക്? അല്ല, ഇന്ത്യയാണല്ലോ അതിൽ ഏറ്റവും അഫക്ട് ചെയ്യുന്ന ഒരു രാജ്യം. അതിൽ തന്നെ കേരളമായിരിക്കും. നമ്മുടെ 30 ലക്ഷം 3 മില്യൺ മലയാളികളാണ് ഈ മേഖലയിലുള്ളത്. മാത്രമല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 2ാം വീടാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ. ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം, മലയാളികളെ സംബന്ധിച്ചോളം വിശേഷിയ നമ്മൾ ദുബായ് എന്നൊക്കെ പറയുന്നത് ഒരു ഇന്ത്യൻ ഒരു കേരളത്തിന്റെ ഒരു നഗരത്തെ പോലെയല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അത് മാത്രമല്ല, ഈ മേഖല കേന്ദ്രീകരിച്ച് ഏഷ്യ പസഫിക് മേഖലയാണ് ലോകത്തിലെ എയർ ട്രാഫിക്കിന്റെ 39%, 35% കടന്നു പോകുന്നത്. നമുക്ക് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ പടിഞ്ഞാറൻ റഷ്യയിലേക്കോ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കോ നോർത്ത് ആഫ്രിക്കയിലോ ഒക്കെ പോകണമെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നത് ദുബായ്, അതല്ലെങ്കിൽ അബുദാബി, ദോഹ തുടങ്ങിയിട്ടുള്ള ഇന്റർനാഷണൽ എയർപോർട്ടുകളെയല്ലേ. ഈ രാജ്യങ്ങളെല്ലാം അതിന്റെ വ്യോമാതിർത്തി അടച്ചിരിക്കുന്നു. ഇറാൻ അതിന്റെ വ്യോമാതിർത്തി അടച്ചു. അപ്പോൾ നമ്മളുടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഇതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ല, അത് നമ്മുടെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണ്. ഇനിയിപ്പോ ഇതിന്റെ തുടർച്ചയായി ഈ രാജ്യങ്ങളിൽ ഈ അക്രമം മൂലം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ തൊഴിൽ നഷ്ടം ഉണ്ടാവും. ആ തൊഴിൽ നഷ്ടം ഉണ്ടായാൽ ആദ്യം ബാധിക്കുന്ന ആരെയാ? ഇന്ത്യയെ പോലെ, പാകിസ്ഥാനെ പോലെ, ബംഗ്ലാദേശ് പോലെ, ഫിലിപ്പൈൻസ് പോലെയുള്ള രാജ്യങ്ങളായിരിക്കും ആദ്യം ബാധിക്കുക. അതിലൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു രാജ്യം ഭാരതമാണ്. അതുകൊണ്ട് ആ മേഖലയിലെ ഈ അസ്ഥിരാവസ്ഥയും സംഘർഷവും ഒരു ദിവസം മുന്നേ അവസാനിപ്പിക്കേണ്ടത് ഗ്ലോബൽ സൗത്തിന്റെയും ലോകത്തിന്റെയും ആവശ്യമാണ് എന്നതാണ് പ്രാധാന്യം. ഇവിടെ ഈ സംഘർഷം വലിയ രീതിയിൽ ഇന്ത്യയും ബാധിക്കാൻ പോവുകയാണ്. പക്ഷെ എന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു വലിയൊരു നിലപാട് അറിയിക്കാൻ, പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നതും കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതില്ലേ? അല്ല, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അത് പോളിസി മാറ്ററാണ്. അത് ഇന്ത്യ ഗവൺമെന്റ് ആണ് അത്തരം കാര്യങ്ങളിൽ പോളിസി മാറ്റർ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടത്. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവിടെ സമാധാനം ഉണ്ടാക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ രാജ്യങ്ങളിൽ ഒന്ന് ഭാരതമാണ്. അത് നമ്മളുടെ ദേശീയ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്ന ഒന്നാണ്. ഗൾഫ് മേഖല സ്ഥിരതയാർന്ന രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥയോടുകൂടി നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ വികസനത്തിനും നമ്മളുടെ ദേശ താല്പര്യത്തിനും അനിവാര്യമാണ്. അപ്പൊ ഈ ഒമാനിലെ ദുഃഖം പോർട്ടില് ഇന്ത്യയുടെ നാവികസേന ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് അത്. നമ്മുടെ INS ശ്രീകാന്ത് അവിടെ ഡോക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ മസ്കറ്റ്,
ഇറാന്റെ പോർട്ട് സിറ്റി ആയിട്ടുള്ള ചബഹാർ ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കവിടെ നമ്മുടെ നാവിക കപ്പലുകൾ, നമ്മുടെ വാർഷിപ്പുകൾ, യുദ്ധക്കപ്പലുകളൊക്കെ പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാവിക സുരക്ഷിതത്വം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെല്ലാം ഇന്ത്യൻ താല്പര്യങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെയും വളരെ അടുത്ത ഒരു സ്ഥലമാണ് ഈ ഗൾഫ് ഓഫ് ഒമാനും അതുപോലെ പേർഷ്യൻ ഗൾഫും ഒക്കെ. അപ്പൊ ഈ മേഖലയിൽ ഉണ്ടാകുന്ന അസ്ഥിരാവസ്ഥ നേരിട്ട് ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഭാരതം. അപ്പൊ അതിനനുസരിച്ച് അവിടെ സമാധാനം ഉണ്ടാക്കാനുള്ള ഇടപെടൽ ഇന്ത്യ നടത്തണം. അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ അവിടെ സമാധാനത്തിന് മുൻകൈ എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രവുമല്ല, ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് പ്രൊജക്ടുകളിലൊന്നാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ. അതെല്ലാം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഈ മേഖലയിൽ സമാധാനം വരണ്ടേ? അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനും നമ്മുടെ രാഷ്ട്ര സുരക്ഷയ്ക്കും ഈ മേഖലയിൽ സമാധാനം പുലരേണ്ടത് അനിവാര്യമാണ്. ആ ദിശയിലുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഇന്റർവെൻഷൻ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയതെന്ന് നമുക്ക് അറിയില്ല. കാരണം ഡിപ്ലോമസിയുടെ തലത്തിൽ പുറമെ ആളുകൾ അറിഞ്ഞുകൊണ്ടും ആന്തരികമായിട്ടും ഒക്കെ ഇടപെടൽ സംഭവിക്കാറുണ്ട്. ഏതായാലും നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ചിത്രം, ഇതുവരെയുള്ള ചിത്രം, വളരെ ആക്റ്റീവായി ഈ പ്രശ്നം ഡിഫ്യൂസ് ചെയ്യാൻ ഒരുപക്ഷെ നമ്മുടെ ശേഷിക്കനുസരിച്ചുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന വിമർശനം വിവിധ മേഖലയിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ട് എന്നുമാണ് ഞാൻ കരുതുന്നത്.